നല്ല അടിപൊളി ലഗോൺ ബിരിയാണി. നമ്മളെ കല്യാണ വീട്ടിൽ നിന്ന് കഴിക്കണ അതേ ബിരിയാണി. നമ്മൾ കോഴിക്കോട് നിന്ന് വരുമ്പോ നല്ല ബിരിയാണിന്റെ സ്മെല്ല് കിട്ടിയപ്പോ നോക്കിയതാ കണ്ടില്ലേ നെഹ്ലാസ് ദം ബിരിയാണി. അപ്പൊ ഇത് സംഭവം അരീക്കാട്ടോ. അരീക്കാട്ട് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളെ നെഹ്ലാസ് ദം ബിരിയാണിന്റെ കട അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ പാർസലായിട്ട് വാങ്ങും. സമയം 12:15. നല്ല തിരക്ക് ഇപ്പൊ തന്നെ അയക്കട്ടോ. ഫസ്റ്റ് ബിരിയാണി നമ്മക്ക് തന്നെ എന്ത് പാർസലേ ഇപ്പൊ അങ്ങോട്ട് ദം ഇട്ടിട്ടുള്ളൂ. നല്ല ചൂടോടുക്കുള്ള ബിരിയാണി എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇവിടെ ബീഫ് ബിരിയാണി ഉണ്ട്, ലഗോൺ ബിരിയാണി ഉണ്ട്. രണ്ടിനും 110 റുപ്യ കേട്ടോ. ലഗോണിനാണെങ്കിലും ബീഫിനാണെങ്കിലും 110 റുപ്യ. അപ്പൊ നമ്മൾ 3 പാർസൽ വാങ്ങിയിട്ട് പോണ വൈക്കുന്ന കഴിക്കാന്ന് വിചാരിച്ചിട്ടേ നല്ല തണല് കാണുമ്പോ അവിടെ സൈഡാക്കിയാണ് കഴിക്കാന്ന് കുട്ടിയാക്കാണ്ട് ഹാപ്പി ആയിക്കോട്ടെ. നമ്മൾ കഴിച്ചു കേട്ടോ. നല്ല അടിപൊളി ലഗോൺ ബിരിയാണിയാണ്. കച്ചാറും നേരൊക്കെ കിട്ടിയിട്ടുണ്ടോ? നമ്മൾ കല്യാണപ്പരി കഴിക്കണ ബിരിയാണി ഉണ്ടല്ലോ അതന്നെ സാധനം എടുക്കാ. ഞാൻ വെറുതെ പറയില്ല, അവിടെ പോയി വാങ്ങി വെച്ചു. അവിടുത്തെ തിരക്ക് നിങ്ങൾ കണ്ടില്ലേ? പാർസൽ വാങ്ങാൻ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കണം അവിടെ. അത്രക്കും തിരക്കാം. നല്ല പീസ് ഉണ്ട് കേട്ടോ. പീസ് എങ്ങനെയുണ്ട്? ചോറ് സൂപ്പറാ. രണ്ട് പീസ് ഉണ്ടോ? ഇതിപ്പോ കണ്ടില്ല, ഒരു ലെഗ് പീസ് ഉണ്ടല്ലേ? 2 പീസ് ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. അങ്ങനെ കുട്ടികൾക്കും ഞമ്മക്ക് പള്ള നിറഞ്ഞിട്ടോ. നല്ല അടിപൊളി ബിരിയാണി. അപ്പോളെ സ്പോട്ട് മറക്കണ്ട കേട്ടോ. ഒരു 12:12 ഒരു ദമ്മിടും. നമ്മൾ അരീക്കാട്ട് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നെഹ്ലാസ് ദം ബിരിയാണി പാർസലും കിട്ടും. നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനും പറ്റും കേട്ടോ. ലഗോണും ഉണ്ട്, ബീഫും ഉണ്ട് കേട്ടോ. 110 റുപ്യ. നമ്മളിതാ ഫുഡ് കഴിക്കണതിന്റെ ഇടയിലാണ് മൂപ്പര് വന്ന് ഇങ്ങനെ നോക്കിക്കുന്നത്. പിന്നെ കൊടുക്കലേ നിവർത്തിച്ചല്ലോ. അങ്ങോട്ട് കൊടുത്ത് നമ്മളൊരു ഓരി കൊടുക്കണ്ടേ. ഏതായാലും മൂപ്പര് ഇങ്ങനെ നോക്കിക്കാണ്. മൂപ്പര് അത്യാവശ്യം നല്ല പൈച്ചെടുക്കാണ്. പിന്നെ സ്മെല്ലും കിട്ടിയപ്പോ വന്നതാ കേട്ടോ. അതാ പോണ കണ്ടു. പിന്നെ നമ്മള് റിസ്മോന് വെച്ചെടുത്തിട്ടോ. അതും വിട്ടില്ല. മൂപ്പര് പിന്നെയും വന്ന് അതും കഴിച്ചു. നമ്മള് വളരെ ശ്രദ്ധയോട് കൂടിയാണ് നായ്ക്ക് ഭക്ഷണം കൊടുത്തത്. കാരണം ഇപ്പത്തെ നായ്ക്കൾ വിശ്വസിക്കാൻ പറ്റൂല. ഏതായാലും ഞങ്ങൾ ചാറ്റിംഗ് കൊടുത്ത് അവിടുന്ന് പോന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ആയിക്കോട്ടെ.